ആവശ്യമാണ്, പിണറായി സർക്കാരിന്റെ ആവശ്യമാണെങ്കിൽ മാത്രമേ ഈ വിവാദത്തെ ഇങ്ങനെ കത്തിച്ചു നിർത്താൻ കഴിയുള്ളൂ. ഏതായാലും രാഹുൽ മാങ്കൂട്ടം വിവാദം പോലെയല്ല കേട്ടോ സ്വർണ്ണപ്പാട് വിവാദം എന്ന് പറയുന്നത്. ആ വിവാദത്തിൽ അകത്തായിരിക്കുന്നതേ ചെറിയ മീനുകളല്ല, പത്മകുമാറും വാസുവുമാണ്. രണ്ടുപേരും പേരെടുത്ത CPM നേതാക്കളാണ്. അത് ചെറിയ പ്രതിസന്ധിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല ഒരു വലിയ വിവാദ വിഷയമാകുന്ന കാര്യത്തിൽ തർക്കമില്ലാതെ തങ്ങൾക്കെതിരാകുന്ന ഉത്തമ ബോധ്യം CPM-ന് ഉണ്ട് താനും. ആ സമയത്താണ് ED ഇറങ്ങിയിട്ട് കിഫ്ബിയുടെ ഒരു നോട്ടീസ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ CPM-ന്റെ നേതാക്കൾ രംഗത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങളെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി പീഡിപ്പിക്കുകയാണ്. ആ മുതലക്കണ്ണീർ ഒഴുക്കാനുള്ള വഴി വെട്ടാൻ തയ്യാറായി ആദ്യം തന്നെ കോൺഗ്രസും വന്നു. പക്ഷേ ഇതിനകത്ത് അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ കളം വിട്ടു. എന്താ സംഭവിക്കുക? കേന്ദ്ര സർക്കാർ ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദങ്ങളെയൊക്കെ മാറ്റിവെച്ച് ഈ പറയുന്ന സ്വർണ്ണപ്പാട് വിവാദം അടക്കം ഉള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് വീണ്ടും തങ്ങൾക്ക് അനുകൂലമായി തലമുണ്ടാക്കാമെന്ന് തന്നെയാണെന്നേ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നിഷ്കളങ്കരായ തോമസ് ഐസക് രാഷ്ട്രീയം വളരെ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്?